ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി മിസ്സിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അത് ഏകദേശം വണ്ടി കുറച്ച് ദീർഘദൂരം ഓടി കഴിഞ്ഞപ്പോൾ വണ്ടി മിസ്സിങ് കംപ്ലൈൻറ്റ് കാണിക്കാം. അപ്പോൾ നിലവിൽ നമ്മൾ അതിൻ്റെ ശരിക്കും അതിൻ്റെ കംപ്ലൈൻറ്റ് വന്നത് എച്ച് ടി കോയിലും പ്ലഗിലേക്കുള്ള പ്രോബ്ലമാണ് കേട്ടോ. പവർ കറക്റ്റ് വരാത്തതിൻ്റെ പ്രശ്നമാണ്. കട്ടായി പോകണം. ശരിക്കും നമുക്കതിൻ്റെ ഫ്യൂൽ ഫിൽറ്ററിൻ്റെ ആണെന്നുള്ള ധാരണയിലാണ് നമ്മൾ നോക്കിയത്. പക്ഷേ പ്ലഗിലേക്ക് പോകണ പവറിൻ്റെയാണ് വേരിയേഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഫിൽറ്ററൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. എയർ ഫിൽറ്റർ തന്നെ നമ്മൾ ജസ്റ്റ് അഴിച്ചു നോക്കുമ്പോൾ ഫുള്ള് പൊടി കയറി ബ്ലോക്കാണ് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റിയിടാം. അതേപോലെ തന്നെ ഈ പെട്രോൾ ഫിൽറ്റർ നമ്മൾ ഇടയ്ക്ക് മാറ്റിയേക്കുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. അത്യാവശ്യം അഴുക്കുണ്ട്. അപ്പോൾ അതും കൂടി ചേഞ്ച് ചെയ്തിടാം. അപ്പോൾ ഫ്യൂൽ ടാങ്ക് അഴിച്ച് അതിൻ്റെ ഫ്യൂൽ പമ്പാണത്. അപ്പോൾ അത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഫ്യൂൽ ഫിൽറ്റർ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. കൂട്ടത്തിൽക്കൂടെ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാം, ഈ എച്ച് ടി കോയിൽ മാറ്റാം. അപ്പോൾ ആ സെക്ഷനാണ് കറക്റ്റായി പോയിക്കോളൂ കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒരു പ്രോബ്ലമായിട്ട് കാണിക്കുന്നില്ല. അത് വാണിംഗ് ലാമ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് അതിൻ്റെ വേറെ കൃത്യമായിട്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് അതിനകത്ത് കറക്റ്റ് ഒ ബി ഡി കണക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്നില്ല. അതിനകത്ത് ഫാൾട്ട് കോഡോ കാര്യങ്ങളൊന്നും ജനറേറ്റ് ചെയ്തായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ലക്ഷങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കേസ് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിടാം. ഫ്യൂവലിൻ്റെ ഫിൽറ്റർ എന്തെങ്കിലും മാറ്റേണ്ട ടൈമാണ്, അത് മാറ്റിയിടണം. അതേപോലെ തന്നെയാണ് എയർ ഫിൽറ്ററൊക്കെ ഒരു 10,000 കിലോമീറ്റർ നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, എയർ ഫിൽറ്ററും പ്ലഗും. ചില കേസിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള പൊടിയുള്ള ഭാഗങ്ങളിലേക്കൂടെ മണ്ണും പൊടി ചെളിയൊക്കെ ഉള്ള ഒഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഫിൽറ്റർ 10,000 എന്നുള്ളത് നേരെ എൻ്റെ ലൈഫ് കുറയും. കാരണം ഇതൊക്കെ ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ അതെന്തെങ്കിലും മാറ്റിയിട്ടേക്കാം. എയർ ഫിൽറ്ററും പ്ലഗ് എന്തെങ്കിലും മാറ്റിയിടാം. കൂട്ടത്തിലൂടെ പ്ലഗിലേക്ക് പോകുന്ന പവർ സപ്ലൈയിലും വേരിയേഷൻ, ഇത് ഓവർ ഹീറ്റിംഗ് പോലെ കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 300 താഴെ നമുക്ക് ഇതിന് കോസ്റ്റ് വരാം. അതും ചേഞ്ച് ചെയ്തിടാം. പെട്രോൾ ഫിൽറ്റർ ഈ പറഞ്ഞ രീതിയിൽ കൂടെ മാറ്റേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതും കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം. അപ്പോൾ നമുക്ക് അത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്കത് ഇവിടെ ഈ ഫ്ലോട്ട് വന്ന ഭാഗത്ത് ചെറിയ അതിൻ്റെ ഓറിങ് ലീക്കായിട്ട് ചെറുതായിട്ട് പെട്രോൾ പുറത്ത് വന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതും കൂടി അത് 10 രൂപയ്ക്കുള്ള ആ ഓറിങ് വരാം. 10-12 അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അതും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും കേസ് ചെയ്തതിന് ശേഷം വണ്ടി നമുക്ക് ഓടിക്കണം, കുറച്ച് ദൂരം ഓടിക്കണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റുള്ളൂ. അതും കൂടി ചെക്ക് ചെയ്തിട്ട് നമ്മൾ തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ.